നവകേരള യാത്ര സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ച പരിപാടിയാണ്. സംസ്ഥാന ക്യാബിനറ്റ് തീരുമാനിച്ച പരിപാടിയാണ്. ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാമാണ്. ഇത് 140 മണ്ഡലങ്ങളിലും കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളവും ഭാവി വികസനത്തെ സംബന്ധിച്ചിടത്തോളവും വികസനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നവകേരള യാത്ര നടത്തിയിട്ടുള്ളത്. ഇത് പ്രതിപക്ഷത്തിനും ഇതിൽ പങ്കെടുക്കാമായിരുന്നു, കാരണം ഗവൺമെൻറ് തീരുമാനമാണ്. എല്ലാ മണ്ഡലങ്ങളിലും അതാത് മണ്ഡലങ്ങളിലെ MLA-മാരാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പ്രതിപക്ഷം ബഹിഷ്കരിക്കാതെ പങ്കെടുത്തിരുന്നുവെങ്കിൽ 41 മണ്ഡലങ്ങളിൽ അവർക്ക് ഇതിൽ പങ്കെടുക്കാമായിരുന്നു, പങ്കെടുത്ത് അവരുടെ കാര്യങ്ങൾ പറയാമായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് 140 മണ്ഡലങ്ങളിലും പങ്കെടുക്കാമായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കുന്ന പോലെ, അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മിക്കവാറുള്ള എല്ലാ പൊതുപരിപാടികളും ബഹിഷ്കരിക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ 136 വേദികളാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. 28 പ്രഭാത ചർച്ചകളുണ്ടായിരുന്നു. 28 പ്രഭാത ചർച്ചകളിൽ ആയിരക്കണക്കിന് വരുന്ന നിർദ്ദേശങ്ങളാണ് കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഉയർന്ന് വന്നിട്ടുള്ളത്. 29 വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനങ്ങളിൽ എല്ലാ പത്രപ്രവർത്തകരും അവർക്ക് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു. പ്രതിപക്ഷം ഉന്നയിക്കപ്പെട്ടിരുന്ന ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു. 6 ലക്ഷം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ 6 ലക്ഷം പരാതികളും ഇത് പല തട്ടുകളായി തിരിക്കുകയാണ്. താലൂക്ക് അടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട പരാതിയുണ്ട്, ജില്ലാടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട പരാതിയുണ്ട്, സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട പരാതിയുണ്ട്, ഓരോ മന്ത്രിമാരും ഇടപെട്ട് പരിഹരിക്കേണ്ട പരാതികളുണ്ട്. കുറേ പരാതികൾ പരിഹരിച്ചു വരികയാണ്. പരാതി നൽകിയവർക്കൊക്കെ തന്നെ പരാതി ലഭിച്ചു എന്നുള്ള രേഖ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പരാതി ലഭിച്ചവർക്ക് പത്രക്കാർക്ക് ചോദിക്കാമല്ലോ, പരാതി നൽകിയവരെ സംബന്ധിച്ചിടത്തോളം എന്താ എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിലും നിങ്ങൾ കൊടുത്ത പരാതിയുടെ മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചു എന്ന് സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ തരത്തിലുള്ള പരാതികളും അത് പരിഹരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നവംബർ മാസം 18-ാം തീയതി മുതൽ ഈ 36 ദിവസവും ഞാൻ ഉണ്ടായിരുന്നതാണ്. പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്, അത് ഭരണപക്ഷത്തിനുമുണ്ട്. ഒരു സ്ഥലത്ത് പോലും 10-ൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടേയില്ല. നമ്മൾ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടല്ല പ്രതിഷേധം നടത്തേണ്ടത്. ഇതൊരു പ്രത്യേക സ്ക്വാഡുകൾ തയ്യാറാക്കി ഊടുവഴിയിൽ നിന്ന് വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ മുമ്പ് എടുത്ത് ചാടുകയും എറിയുകയൊക്കെ ചെയ്യുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 36 ദിവസവും ഏതാനും സ്ഥലങ്ങളിൽ അത് ചില മാധ്യമങ്ങൾ വളരെ പെരുപ്പിച്ച് അതിനെ കാണിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കുറ്റവിചാരണ സദസ്സ് നടന്നല്ലോ, എവിടെ നടന്നു? ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ച് പത്രങ്ങൾ എഴുതുന്നുണ്ടോ? ഒരു സ്ഥലത്തും 100 ആളിന് കൂടുതൽ കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുത്തിട്ടേയില്ല. ഈ ഞങ്ങളുടെ ഈ 136 വേദികളിൽ 10,000 മുതൽ 20,000 വരെ ആൾക്കാരാണ് പങ്കെടുത്തിരിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ആൾക്കാർ മാത്രമൊന്നുമല്ല. അത് മാധ്യമങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ഇതിനെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും അതിൻ്റെ ഫോട്ടോയും ഒക്കെ തന്നെ വച്ചിട്ടുണ്ടല്ലോ.